മോളറിയിക്കാം. ഇതാണ് വീട്. ഇത്ര മോനെ. വന്നാ ശരി. എന്തെങ്കിലും വിളിച്ചു നോക്കണേ. ഇതാണ് എന്റെ ചേച്ചി. അമ്മമ്മേ അറിയോ? അയ്യോ എങ്ങനെയാടി നിന്നെ ഞാൻ അറിയുന്നത്? പ്രവീണിനെ പോലും എനിക്ക് ഓർമ്മയില്ല. ഇതാണ് ചേച്ചിയുടെ മോൻ, KSEB-യിലുള്ള കനകൻ. പറഞ്ഞിരുന്നു. ചേട്ടാ സുഖമാണോ? എന്താ ഈ ഗ്ലാസ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? വയസ്സായ കളവന്മാര് വെക്കേണ്ട ക്ലാസ് അല്ലേ? പയ്യന്മാര് ഗ്ലാസ് വെക്കേണ്ട, ഗ്ലാസ് ഒക്കെ വെക്കാനുള്ള അടുത്ത് ഒന്നും അറിയില്ല. മോഡലൊന്നും അറിയില്ല. ഇതാണ് എന്റെ ഭാര്യ. ഹായ് ചേച്ചി. ആ വരുന്നതാണ് തങ്കം, എന്റെ അനിയത്തി. കൂടെ ഉള്ളത് ഭർത്താവും, കൂടെ ഉള്ളത് മോളും. ലവ് മാരേജ് ആയിട്ട് ഓടിപ്പോയതാ. എന്താ പേര്? തക്ലി. എന്തോ തക്ലി? സ്കൂളിലെ പേര് തന്നെയാണോ? ഇതെന്താ ചേട്ടാ പന്നിച്ചാക്ക് പോലെ ഇരിക്കുന്ന? എന്താ ഭാഗത്ത്? എന്താ ചേച്ചി ജിമ്മിൽ പറഞ്ഞാത്ത? എന്താ മോളെ, ഞാനേ ഇവിടുത്തെ പാർട്ടിയുടെ വലിയൊരു നേതാവാ. നേതാവ്? എന്താ പയ്യനല്ലേ? വയ്യ. ചേച്ചി കേളിയാണോ? അല്ല ചേച്ചി തങ്കമാണ്. അല്ല മൂട്ടി കേളിങ്. മുടി. ആ ചേച്ചി കേളിങ്ങാ നല്ലത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേളിങ്ങും. പിന്നെ ചേച്ചിക്ക് സ്ട്രൈറ്റിങ്ങാ നല്ലത്. അതാ ചേരുന്നത്. സുന്ദരിയല്ലേ അപ്പൊ? ചേച്ചിയുടെ പേരെന്താ? എന്റെ പേരോ? എന്റെ പേര് നിഖില. സ്റ്റാൻഡേർഡില? 6th ആണോ? അതെന്തിനാ ഇവിടെ നിന്ന് സംസാരിക്കണേ? അകത്തേക്ക് കയറി ചേച്ചി. ആ പെണ്ണിന് ഒരു പിരി ലൂസായി കിടക്കണം. അതെന്താന്നറിയാമോ, എനിക്ക് തോന്നണത് ഈ ആൾക്കാരെ ഒന്നും കാണാതെ എവിടെ അടഞ്ഞു കിടന്ന കൊച്ച പെട്ടെന്ന് ഇവിടെ ഒന്ന് ഒരുപാട് ആളുകളെ കണ്ടപ്പോ അതിന്റെ ഒരു സന്തോഷമായിരിക്കും. തൊടനെയൊക്കെ ഞാൻ കണ്ട്. എടി നിന്റെ കെട്ടിയോന്റെ അച്ഛൻ ശാരംഗതൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്തൊക്കെ വിശേഷങ്ങളുണ്ട്? അച്ഛൻ എപ്പോഴും ഉണ്ട്. അച്ഛൻ എപ്പം നോക്കിയാലും അധ്വാനിച്ചോണ്ടേ ഇരിക്കണം. അതാണ്. അത് നീലാണ്ട വലിയച്ഛൻ അങ്ങനെയായിരുന്നു, എപ്പോഴും പണി എടുത്തോണ്ടിരിക്കും. പക്ഷെ ആളിപ്പോ ഇല്ല കേട്ടോ. പിന്നെ ഉത്തരമായിട്ടുണ്ടാവും. അനക്കോർമ്മ? എനിക്ക് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള ഓർമ്മ എന്താ അറിയാമ്മ? വയസ്സായ എന്താ വിളിച്ചിട്ട് പേര്? ആ വിളിച്ച മറ്റേ പറമ്പിൽ കിളക്കാനൊക്കെ പോകും. കിളക്കാൻ പോകുമ്പോ ചമന്തി ഇയാളൊരു തോർത്ത് മാത്രം എടുത്തിട്ടേ അടിയിൽ കൊടകാവും. എന്നിട്ട് ഈ തോർത്ത് ഇങ്ങനെ മടക്കിയിട്ട് ചുറ്റി വെക്കുന്ന ഒരു കോണത്തിന്റെ പാലും ഇങ്ങനെ അടിയോടെ കിടക്കാം. ഞങ്ങളുടെ അച്ഛന് നീലാണ്ട വലിയച്ഛന് ഇഷ്ടമല്ലായിരുന്നു. കാരണം അപ്പൂപ്പിന് വേറെ ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു പെണ്ണായിട്ടുള്ള പോക്ക്. വേറെ കല്യാണത്തിലുള്ള കുട്ടിയായതുകൊണ്ടാണ് വലിയച്ഛനോട് ആർക്കും താല്പര്യമില്ലാണ്ടിരുന്നത്. പക്ഷെ രഹസ്യമായിട്ട് ഞങ്ങളെ രണ്ടുപേരും വലിയച്ഛൻ വന്ന് കണ്ട് പലതൊക്കെ വാങ്ങി തരികയൊക്കെ ചെയ്യും. ആ ബന്ധാണ് ഇപ്പൊ നിന്നെ ഇങ്ങോട്ട് വിടാൻ കാരണം. അതെ ഞാൻ വേറെ തരാം. അതെനിക്ക് വേണ്ട. ഇഷ്ടല്ലെങ്കിൽ ഇതിൽ വെച്ചാ പോരെ? വേണ്ടാത്തത് അവിടെ വെച്ചാ പോരെ? ഒഴിച്ചു കഴിക്കാൻ എന്താ മടി? അതിന് വേണമെങ്കിൽ അത് കഴിച്ച് കഴിക്കത്തില്ലേ? ചേച്ചിയെ മോള് എന്നാലേ ചേച്ചിയുടെ കൂടി കിടന്നോട്ടെ. ഇങ്ങോട്ട് കിടന്നോട്ടാ. എന്താ ഇങ്ങനെ എങ്ങനെയല്ല കഴിക്കും? ഈ പ്രായത്തിലൊക്കെ നന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെയൊന്നും കഴിക്കല്ലേ. ഇതിന്റെ നുള്ളിൽ തിരണ്ട ടീമാണ്. ഞാൻ കഴിച്ചോളാം, ഞാൻ കഴിച്ചോളാം. എന്നെ എനിക്ക് വേണ്ട. ഞാൻ എടുത്തോളാം.
പരിപ്പ് പോയി. എന്താ പോയില്ലേ? ഇങ്ങനെ കഴിച്ച ശീലല്ലേ ഒക്കെ ഇവർക്കൊക്കെ ഈ മുള്ളും കത്തി എന്തൊക്കെ ഇതൊക്കെ വെച്ച് ഇങ്ങനെ കുത്തിയിട്ടുള്ള കഴിക്കലല്ലേ ഉള്ളൂ. ഇതൊക്കെ പഠിക്കണം. വെള്ളം വേണോ? വെള്ളം വേണം. അമ്മ കഴിക്കും. എന്താ വെള്ളം എടുക്കാത്ത? വെള്ളം എടുത്തിട്ട് വാ. ആ കുട്ടിക്ക് വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിഞ്ഞൂടെ അത്. വെള്ളം കൊടുത്ത് കൊടുക്കും. ചപ്പാത്തി കഴിക്കും. ഞാൻ എടുത്തെനിക്ക് മതി. എവിടെ പോയി? ഞാൻ ഒന്ന് മൂത്രമൊഴിക്കാൻ പോയത്. എന്തേ? ഒന്നുമില്ല, കാണാത്തോണ്ട് ഞാൻ നീ ഉറങ്ങിയില്ലേ? ഉറങ്ങി. പിന്നെ ഏട്ടനെ കാണാത്തപ്പോ ഞാൻ നോക്കി ഇറങ്ങിയതാ.